ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ തമ്മനയിൽ ഉണ്ടാകുമ്പോൾ തന്നെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഇന്നൊരു മീൻ പൊള്ളിച്ചത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അയില വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കിങ്ങനെ പൊള്ളിച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് കഴിക്കാനും ടേസ്റ്റിൽ നിന്ന് കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മീൻ അയിലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയില വെച്ച് മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള നമ്മൾ സാധാ എങ്ങനെയാണോ മസാല ചെയ്യണം അതേപോലെ ഞങ്ങൾ ഇവിടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് മസാല നന്നായി പ്രിപ്പയർ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മീനിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് സൈസുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നിങ്ങളുടെ സമയം പോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ആയി വന്നോളും. അങ്ങനെ അതേ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്തിട്ട് ഇതൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. പിന്നെ മസാല പ്രിപ്പയറിനുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. നമുക്കിനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വാടി വരണം. കുറച്ച് വാടി വരുമ്പോഴത്തേക്കും ഞാൻ ഉള്ളിയായിരുന്നു കേട്ടോ, ഉള്ളി ചതച്ചതായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഇത് വാടി വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മസാലക്കൊക്കെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫിഷ് മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നോക്കിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സമയം കൂടെ നമുക്ക് നമ്മുടെ ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ നോക്കിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊള്ളിക്കാൻ നിർത്തി ഫിഷ് കൂടുതൽ ക്രിസ്പിയോടെ ഫ്രൈ ചെയ്യാറില്ല, ഒരു മീഡിയം ടൈപ്പൊക്കെ ആയിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വാട്ടി ഫസ്റ്റ് മസാല വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ വെച്ച് കൊടുത്തു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മസാലയൊക്കെ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കണമെങ്കിൽ കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കഴിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സവാള ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്തോരം വേണമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 3-4 സ്ലൈസ് തക്കാളിയും വെച്ചിട്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഓപ്പൺ ചേർത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ല മണവും ഭയങ്കര യമ്മുമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്നല്ല എന്ത് മീനും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ വാഴയിലയുടെ അവൈലബിലിറ്റി നോക്കണം. ഞങ്ങൾക്ക് ഇവിടെ വാഴയൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വാഴയില കിട്ടണമെങ്കിൽ മാത്രം ആ ദിവസങ്ങളിൽ ഉറപ്പാണ് ഇങ്ങനെ പൊള്ളിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാനിനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു കഷ്ണം മീനും പിന്നെ അതിൻ്റെ മസാലയും സവാളയൊക്കെ കൂട്ടിയെടുത്തിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റായിരുന്നു. നമ്മൾ അയില വെച്ച് ചെയ്തിട്ട് ഭയങ്കര യമ്മായിരുന്നു. പൊതുവെ നമ്മൾ വേറെ ഫിഷൊക്കെ ആണോ ചെയ്യാറ്, അയില വെച്ച് ചെയ്യാൻ അങ്ങനെ കുറവാണ്. പക്ഷേ അയില വെച്ച് ചെയ്തിട്ടും ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമുക്കപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.